പ്രിയ കൂട്ടുകാരെ, ഏവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളെ ചാനലിലേക്ക് സ്വാഗതം. കുന്തിപ്പുഴ ഒഴുകുന്നു എൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ്. നാട്ടിൽ ഞാൻ ചെറുപ്പം മുതൽ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പുഴ. പുഴയ്ക്ക് നടുവിൽ ഉയർന്നു നിൽക്കുന്ന ആനക്കല്ല് എനിക്ക് ബൃഹത്തരമായ ഓർമ്മകൾ സമ്മാനിക്കുന്നു. ആനക്കല്ല് പശ്ചാത്തലമാക്കിയാണ് ഇതിൽ കഥ വിരിയുന്നത്. ആനക്കല്ല് എന്ന എൻ്റെ ചെറുകഥ ആകാശവാണി തൃശ്ശൂർ നിലയത്തിൽ ഞാൻ വായിച്ചത് എൻ്റെ നാട്ടുകാർ ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങിയത് ഏറെ സന്തോഷിപ്പിച്ചു. പുഴ എനിക്ക് ജീവനാണ്. വീട്ടിൽ നിന്നും വളരെ കുറച്ചു മാത്രം നടന്നാൽ മതി എനിക്ക് പുഴയിലെത്താൻ. സ്കൂൾ വിട്ടുവരുന്ന ആ നല്ല സായാഹ്നങ്ങളിൽ ഉമ്മ ഉണ്ടാക്കിത്തരുന്ന ശർക്കര ചായയും അരി വറുത്തതും തിന്ന് ഞാൻ പുഴയിലേക്ക് ഓടുമായിരുന്നു. അവിടെ എന്നെ കാത്തിരിക്കുന്ന നല്ലവരായ ചങ്ങാതിമാർ. പിന്നെ വൈകുവോളം മണപ്പുറത്ത് പന്തിന് പുറകിലായിരിക്കും. അവിടെ നിന്ന് രൂപപ്പെട്ട ഞങ്ങളുടെ ടൗൺ ടീം പിന്നീട് പല ടൂർണമെൻറ്റുകളിലും മാറ്റുരച്ചിട്ടുണ്ട്. കാലം ഞങ്ങളെ പല വഴിക്ക് തെളിയിച്ചെങ്കിലും ഇന്നും മണപ്പുറത്ത് ഫുട്ബോൾ കളി കാണുമ്പോൾ ഏറെ നേരം നിശ്ചലമായി നോക്കി നിൽക്കും. മഴക്കാലമായാൽ പുഴയിലേക്ക് ഇറങ്ങാൻ വീട്ടുകാർ സമ്മതിക്കില്ല. ഇരുകര കവിയുന്ന ഒഴുക്കാണ്. വിലക്ക് വകവെക്കാതെ കണ്ണുവെട്ടിച്ച് പുഴയിലെത്തും. പിന്നെ മത്സരിച്ചുള്ള നീന്തലാണ്. മുതിർന്നവർ അരുതേ എന്ന് വിളിച്ചു പറയുന്നത് പ്രായത്തിൻ്റെ തിളപ്പിൽ ഞങ്ങൾ കേട്ടിരുന്നില്ല. പുഴയുടെ ആത്മാവ് എത്ര പേർ കണ്ടിട്ടുണ്ട്. മുതിർന്നിട്ടും ഞങ്ങൾ മുങ്ങാങ്കുഴിയിട്ട് തപ്പിയിരുന്നത് ആ ആത്മാവിനെ ആയിരുന്നു. ആത്മാവ് തേടിയുള്ള യാത്രയാണ് ഇന്നും ഞങ്ങളെ പുഴയിലെത്തിക്കുന്നത്. ആനക്കല്ല് മൂകസാക്ഷിയായി നിൽക്കുകയാണ്. പുഴയുടെ ദുരന്തത്തിന് പുഴ നശിക്കുകയാണ്. എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന പുഴയുടെ സൗന്ദര്യം ആരൊക്കെയോ കവർന്നെടുത്തിരിക്കുന്നു. പുഴയിലേക്കുള്ള ഇടവഴി വീതി കൂട്ടി റോഡാക്കിയിരിക്കുന്നു. കണ്ടില്ലേ, മണൽ ലോറികൾ വന്നു പോകുമ്പോൾ പുഴ കരയുകയാണ്. ഈ കരച്ചിൽ കേട്ടില്ലെന്ന് നടിച്ചാൽ പുഴ വെറും ഓർമ്മയാവാൻ അധിക നാളുകൾ വേണ്ടിവരില്ല. പുഴയുടെ പശ്ചാത്തലത്തിൽ ഒരു ദരിദ്ര കുടുംബത്തിൻ്റെ കഥ പറയുകയാണ് ഈ കൃതിയിൽ. സ്ത്രീധന ദുരന്തമാണ് പ്രധാന പ്രമേയം. പെൺമക്കൾ നിങ്ങളുടെ അനുഗ്രഹമാണെന്ന പ്രവാചക വചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് ക്ഷമയുടെ പര്യായമായ ദരിദ്രമായ രക്ഷിതാക്കൾക്ക് ഈ വായന സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു.